പാലക്കാട്ടെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിയുടെ കുടുംബത്തിന് പ്രഖ്യാപിച്ച ധനസഹായം ആശ്വാസമല്ലെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത ജനം ടിവിയോട് പറഞ്ഞു. സർക്കാർ 2 ലക്ഷം രൂപ തന്ന് ഒഴിവാക്കാൻ നോക്കുകയാണെന്നും കുട്ടിയുടെ കുടുംബം ആരോപിച്ചു. അനഘ ഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി കഴിഞ്ഞ 1 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയിൽ നിന്ന് 2 ലക്ഷം രൂപ ഈ കുട്ടിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സഹായം ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പര്യാപ്തമാണോ? പര്യാപ്തമായിട്ടില്ല. കാരണം നമുക്കിതൊന്നും ഒരു ഇതല്ല നമുക്ക് കിട്ടിയത്. നമ്മുടെ കൈ പോയത് എന്തായാലും തിരിച്ചു വരില്ല. പക്ഷെ നമുക്കിത് എവിടെയും ആവില്ല. കാരണം നമുക്ക് ഇനി പോയാലും നമ്മുടെ വാടകൻ്റെ കറണ്ട് ബില്ല്, വെള്ളത്തിൻ്റെ ബില്ല്, പിന്നെ മകൻ്റെ ഓട്ടോ വാടകയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്നും എവിടെ ആയില്ല. നമ്മൾ ഇതിൽ ഒതുക്കാണ്ട് നമ്മൾ ഗവൺമെൻറ് നോക്കുക തന്നെ വേണം. കാരണം ഇനി കൈ പോയത് തിരിച്ചു കിട്ടില്ല. പക്ഷെ ഇനി അവളുടെ മുന്നോട്ടുള്ള ഇതിനുള്ളതൊക്കെ നമുക്ക് വേണം, എന്തായാലും വേണം. ചികിത്സയ്ക്കുള്ള പൈസ തന്നെ നമുക്ക് വേണം. ഇതൊന്നും എവിടെയും ആയിട്ടില്ല. ഇനി അവൾക്ക് ചികിത്സിക്കാൻ തന്നെ ഇതൊന്നും ഒരു പോരാ. നമുക്ക് സത്യം പറഞ്ഞാൽ 2 ലക്ഷം ഒന്നും എവിടെ ആയിട്ടില്ല. അപ്പോൾ അവൾക്ക് നല്ലൊരു തുക തന്നെ നമുക്ക് തരണം ഗവൺമെൻറ്റുകാർ. ഇതിലൊതുക്കാണ്ട് നോക്കണം. നിലവിൽ എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്? കാരണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തുടരുകയാണ് 1 മാസമായിട്ട്. എങ്ങനെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്? നമ്മളിപ്പോൾ കടം മേടിച്ചിട്ടാണ് ഫസ്റ്റൊക്കെ വന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് കടം മേടിച്ചിട്ട്. നമ്മളിനി പോയാൽ നമുക്ക് കടം കൊടുക്കണം. അവിടെ പോയിട്ട് നമ്മൾ കൊടുക്കണമല്ലോ, പൈസ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ ഇത് കൊടുക്കാൻ തന്നെ, കടം കൊടുക്കാൻ തന്നെ ഉള്ളൂ തോന്നുന്നു. കാരണം 2 ലക്ഷം രൂപ എവിടെ ആയിട്ടില്ല. എങ്ങനെയുണ്ട് കുട്ടിയുടെ ആരോഗ്യനില? നിലവിൽ എങ്ങനെയുണ്ട് ആരോഗ്യനില? ഇപ്പോൾ കുറച്ചായി ഓക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായി സിസ്റ്റർമാരെ കൊണ്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സംസാരിക്കില്ലായിരുന്നു. ഇപ്പോൾ കുറച്ചായി ഓക്കെ ആയി വരുന്നുണ്ടുള്ളത്. ഈ ആരോപണവിധരായിട്ടുള്ള ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലാണ്. അത് മാത്രം മതിയോ അവർക്കെതിരെയുള്ളൊരു നടപടി? ഇല്ല, അവർക്ക് അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അവർ എന്താണ് പറഞ്ഞാൽ ഡിസ്മിസ് തന്നെ ആവണം. കാരണം എൻ്റെ മോളുടെ കൈ പോയത് എന്തായാലും പോയി. അവർക്ക് തിരിച്ചു തരാൻ പറ്റില്ല. എന്തായാലും പോയി. പക്ഷേ ഞങ്ങൾക്ക് എന്താണ് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഈ ജോലി തുടരണ്ടെന്ന് ഞങ്ങളുടെ തീരുമാനം. കാരണം ഇനി എൻ്റെ മോൾക്ക് സംഭവിച്ച പോലെ വേറെ ആർക്കും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. അതന്നെ, ഞങ്ങൾ പോകും. ഞങ്ങൾ ഏതറ്റം വരെ പോകും. നമ്മുടെ കുട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഏത് നേരം പോകും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ചതല്ലല്ലോ, ഗവൺമെൻറ് കയ്യിൽ നിന്ന് പിഴവ് സംഭവിച്ചതല്ലേ. അപ്പോൾ അവരെല്ലാം അതിന് എൻ്റെ മോളിൽ ഉത്തരവാദിത്തോടെ എടുക്കേണ്ടത്. പക്ഷെ അവർ നമ്മളെ 2 ലക്ഷത്തോട് ഒതുക്കാൻ നോക്കുന്ന പോലെയാണെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ് പറഞ്ഞാൽ നമ്മളോട് തന്നിരിക്കുന്ന ഇപ്പോൾ 2 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ ഒതുക്കുമെന്നാണ് നമുക്കിപ്പോൾ ഇതാവണത്. കാരണം ഇനി അവളുടെ തുടർന്ന് ചികിത്സകളുണ്ട്. ഇനി അതിനെയൊക്കെ നമുക്ക് ഇതൊന്നും പോരാ. നമുക്ക് ഇത് കിട്ടിയിട്ട് കാര്യമില്ല സാർമാരെ. നമുക്ക് നല്ലൊരു തുക തന്നെ വേണം. ഇത് കിട്ടിയിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഈ 9 വയസ്സുകാരി കുട്ടിയുടെ അമ്മ പറയുന്നത്. ഈ 2 ലക്ഷം കൊണ്ട് എവിടെയും ഒരു ചികിത്സയ്ക്കും അത് മതിയാവില്ല. കൃത്യമായി ഇനി ഇതിലധികം തുക തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തന്നെയാണ്. അതിന് സർക്കാർ വൃത്തങ്ങൾ കനിയണം എന്നാണ് ഈ കുട്ടിയുടെ അമ്മ പ്രസീത പറയുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അനഘ ഹർഷൻ, ജനം.